ബംഗാളിൽ വോട്ട് കൊള്ള നടത്തിയതിന്റെ പാരിതോഷികമാണ് അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ ബി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്റെ ചീഫ് സെക്രട്ടറി ആക്കിയത് എന്ന ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി നാക്കെടുത്തില്ല. ദേ വരുന്നു അടുത്ത പാരിതോഷികം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ പിടിച്ച് തന്റെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു അതേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനുള്ള സമ്മാനമാണ് ചീഫ് സെക്രട്ടറി പദമെങ്കിൽ ഇവിടെ എന്തിനുള്ള സമ്മാനമാണ് ചീഫ് സെക്രട്ടറി പദം എന്നാണ് നാട്ടുകാരിപ്പോൾ ചോദിക്കുന്നത്. ശരിക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്റെ മാധ്യമ ഉപദേഷ്ടാവായി നിയമിക്കുക റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടിനെയായിരിക്കുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. ഞാനും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചത്. അവർ തമ്മിലുള്ള ഒരു ഇരിപ്പുവശം വെച്ച് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും നാട്ടുകാരെന്ത് കരുതും എന്ന് കരുതിയിട്ടാണോ അതോ ഇപ്പൊ നിയമിച്ച ആളെ പോലെ അത്രക്ക് സംഘവിധേയത്വം സ്മൃതിക്ക് പോരാ എന്ന് തോന്നിയിട്ടാണോ എന്തോന്ന് അറിയില്ല. അത് സംഭവിച്ചില്ല. എങ്കിലും സ്മൃതി ഇപ്പോഴും സതീഷിന് വേണ്ടി മെഴുകൽ പൂർവാധികം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രത്തൻ കേൽക്കറെ സതീശൻ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചതിൽ ഒരു അഭംഗി ഉണ്ടെന്നാണ് സ്മൃതിക്കും ഇപ്പൊ തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ പരിപാടിയിൽ ഗതികേടിന്റെ ഭാഗമായിട്ട് സ്മൃതിക്കും സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ തുടർന്ന് സംസാരിച്ച ഡോക്ടർ അരുൺ കുമാർ വളരെ കൃത്യമായി വസ്തുത നിരത്തി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്മൃതിയുടെ കൺട്രോൾ മൊത്തം പോയി. പിന്നെ മൂപ്പത്തിയുടെ ആ തനി സ്വഭാവം പുറത്തെടുത്തു. കണ്ടു നോക്കൂ. ഞാൻ ഈ അഭംഗിയിലാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ തിരഞ്ഞെടുപ്പ് വിധി മറ്റൊന്നായിരുന്നു എന്ന് കരുതുക. പിണറായി വിജയനാണ് രത്തൻ യു ഖേൽക്കറെ സെക്രട്ടറിയായി തീരുമാനിക്കുന്നത് എന്ന് കരുതുക. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശ ചുമതലയുണ്ടായിരുന്ന അഭിഭാഷകനായ ജാജു ബാബുവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ AG ആയിട്ട് നിയമിക്കുന്നുവെന്ന് കരുതുക. നമ്മൾ ഇതിനെ അഭംഗി എന്നായിരിക്കുമോ വിശേഷിപ്പിക്കുക? ഒരു ഔചിത്യക്കുറവ് എന്നായിരിക്കുമോ വിശേഷിപ്പിക്കുക? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടും ഒരു ബന്ധവുമില്ലാത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ആ ആഭ്യന്തര വകുപ്പിലെ ADGP ആയ MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണെന്ന വലിയ നരേറ്റീവ് ഉണ്ടാക്കിയ ആൾക്കാരാ. അവിടെയാണ് നേരിട്ടുള്ള ഈ നിയമനത്തിലുണ്ടാകുന്ന സംശയങ്ങൾ ചർച്ചയാകുമ്പോൾ നമ്മളതിനെ അഭംഗി എന്ന് ലഘൂകരിക്കുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് അഭംഗിയല്ല, അത് ഔചിത്യക്കുറവുണ്ടതിന് പിന്നിൽ. പിന്നെ മാത്രമല്ല, നമ്മൾ ഒട്ടേറെ സംശയങ്ങൾ ഒരുമിച്ച് വെച്ചാൽ വലിയൊരു സംശയത്തിൻ്റെ പുകമറ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഓരോന്നോരോന്ന് എടുത്തു നോക്കൂ. ഓരോന്നോരോന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ മറുഭാഗത്ത് വാദിക്കാനൊരു ഭാഗം അവിടെയുണ്ട്. ഇപ്പോൾ രത്തൻ യു ഖേൽക്കറെ കുറിച്ച് വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ അദ്ദേഹം ഒരു കഴിവുള്ള ഒരു സിവിൽ സർവൻറ്റ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ആ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ്. കേരള കേഡറിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം IT സെക്രട്ടറി ആയിരുന്ന സമയത്താവട്ടെ, അതേപോലെ ടൂറിസം വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്നപ്പോഴുമൊക്കെ കയ്യിൽ കൊടുത്ത വകുപ്പിനെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എഫിഷ്യൻ്റായ അഡ്മിനിസ്ട്രേറ്ററാണ് രത്തൻ യു ഖേൽക്കർ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ ഒരു സംശയവുമില്ല. അതേപോലെ തന്നെയാണ് ജാജു ബാബുവിൻ്റെ കാര്യത്തിലും സീനിയർ അഭിഭാഷകനാണ്. എന്നാൽ ഈ നിയമനങ്ങൾ വളരെ തിടുക്കപ്പെട്ട് നടത്തുന്ന സമയത്ത് അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് കൂടി മറുപടി പറയാൻ അത് നടത്തുന്നവർ ഉത്തരവാദികളാണ് എന്നതാണ് എൻ്റെ പക്ഷം. കാരണം എന്താ? മറുപക്ഷത്ത് നിങ്ങൾ ആക്ഷേപിച്ചിരിക്കുന്നത് പിണറായി വിജയനെ എങ്ങനെയാ സംഖ്യപട്ടം ചാർത്തിക്കൊടുത്തത്? വെള്ളാപ്പള്ളിയുടെ പേരിൽ, ഈ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയതിൻ്റെ പേരിൽ അജിത് കുമാറിൻ്റെ ചുമലിൽ ചാരിയാണ് പിണറായി വിജയനെ അടിക്കാൻ പോയത്. നോക്കൂ, അവിടെയാണ് നേരിട്ടുള്ള ഈ നിയമനങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് തന്നെ വിശദീകരിക്കാൻ പറ്റാത്ത വിധം കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. 4-5 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാം. അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുക്കുമ്പോഴല്ല, ഇത് ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പസിൽ കോളത്തിൽ ഇത് കൃത്യമായി വന്ന് വീഴുന്നു എന്നുള്ളതാണ്. ഇതെവിടെയാണ് തുടങ്ങുന്നത്? യഥാർത്ഥത്തിൽ മെയ് 1-ാം തീയതി മുഖ്യമന്ത്രിയാകുന്നതിനും തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുന്നതിന് മുമ്പ് സഫ്രോൺ സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഈ വി ഡി സതീശൻ മംഗളൂരുവിലേക്ക് പോകുന്നു. അവിടെ വെച്ച് NDAയുടെ ഘടകകക്ഷിയായ JDSന്റെ നേതാവ്, കോൺഗ്രസിൽ നിന്ന് JDSലേക്ക് എത്തിയ മൊഹിയുദ്ദീനെ കാണുന്നു. അവിടെയുള്ള JDSന്റെ തന്നെ BJP സഹായത്തോടു കൂടി MLC ആയ BM ഫറൂഖിനെ കാണുന്നു. എന്തിനാണ് NDAയുടെ ഘടകകക്ഷി നേതാക്കളെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് 3 ദിവസം മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗളൂരുവിൽ പോയി കണ്ടത്? അന്ന് എന്തിനാണ് അദാനിയുടെ ഗ്രൂപ്പ് കോർഡിനേറ്റർ ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ നേരിട്ട് ഈ വി ഡി സതീശൻ കാണുന്നത്? തൃപ്തികരമായ ഒരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. ഈ നിമിഷം പോലും അതിനുള്ളൊരു തൃപ്തികരമായ വിശദീകരണം മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അവിടെ മുതൽ തുടങ്ങുകയാണ് NDAയുടെ ഘടകകക്ഷിയായ JDSന്റെ നേതാവിനെ. നോക്കൂ, ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മെയ് 1-ാം തീയതി അദാനിയുടെ ഈ കോർഡിനേറ്ററെ കണ്ടിരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? എങ്ങനെയാണ് NDAയുടെ ഘടകകക്ഷിയായ JDSനെ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുക? അങ്ങനെയാണ് താരതമ്യം ചെയ്യേണ്ടത്. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ആദ്യത്തെ സംഭവമായിട്ടത് മാറി. തൃപ്തികരമായ വിശദീകരണം ഈ നിമിഷവും വന്നിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, റിസൾട്ട് വന്നു കഴിഞ്ഞ് മന്ത്രി ലിസ്റ്റുമായിട്ട് നേരെ ലോക് ഭവനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നമ്മുടെ ഈ ഹരിയസ് കർത്തയെ ആലിംഗനം ചെയ്യുന്നൊരു ദൃശ്യമുണ്ട്. ഇവിടെയും നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹരിയസ് കർത്തയെ ആലിംഗനം ചെയ്യുന്നൊരു ദൃശ്യം എങ്ങനെയായിരിക്കും കേരളത്തിൽ വ്യാഖ്യാനിക്കുക? എങ്ങനെയായിരിക്കും ഒരു RSSന്റെ അപ്പൻ? ഈ ഹരിയസ് കർത്തയുടെ നിയമനത്തെ എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഈ ഹരിയസ് കർത്തയെ അതിൽ സർക്കാരിന് ഒരു സേയുമില്ല എന്ന് ഓർമ്മിക്കണം.
സർക്കാരിനൊരു സേവ് ഇല്ല. ഗവർണർ എഴുതി കൊടുക്കുന്ന ലിസ്റ്റ് അപ്പടി അംഗീകരിക്കുക അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴും ഹരിയസ് കർത്തയെ നിയമിച്ച ഇടതുപക്ഷ സർക്കാർ എന്ന് കോൺഗ്രസ് വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അതേ ഹരിയസ് കർത്തയെ ലോക്ഭവനിൽ പോയി ചെല്ലുമ്പോൾ ആലിംഗനം ചെയ്യാൻ വരുമ്പോൾ അതിലും സംശയത്തിന് നിഴലില്ലേ എന്ന് ചോദിച്ചാൽ തള്ളി പറയാൻ പറ്റില്ല. തൃപ്തികരമായ വിശദീകരണമില്ല. വേണമെങ്കിൽ പറയാം, ഞാൻ എല്ലാ നേതാക്കളെയും മുഖ്യമന്ത്രി ആയാൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് എന്ന മട്ടിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് അതുവരെ MLA സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ ഘട്ടത്തിലും, പറവൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും VD സതീശൻ എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ വടശ്ശേരി ദാമോദരൻ മേനൻ സതീശൻ എന്ന് ജാതിവാൽ കൂട്ടിച്ചേർത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേരളം കേട്ടു. അതിന് എന്താ നൽകിയിരിക്കുന്ന വിശദീകരണം? ഒഴുക്കൻ മറ്റുള്ള വിശദീകരണം. എൻ്റെ അച്ഛനെ ഓർമ്മിച്ചു, എൻ്റെ അമ്മയെ കൂടി ഓർമ്മിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്ന വൈകാരികമായ മറുപടി. പക്ഷെ നോക്കൂ, അത് കൃത്യമായ സോഷ്യൽ ബാലൻസിങ്ങിനുള്ള ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു എന്നുള്ളത് അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യമാവുന്ന ഒന്നാണ്. തൻ്റെ അസ്തിത്വം എന്താണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഒരാൾ എപ്പോഴെങ്കിലും താൻ നിർബന്ധിക്കപ്പെടാത്ത പക്ഷം ഒരു ജാതിവാൽ പറയുന്നു എന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി തന്നെയാണ് ആ ജാതിവാൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതുവരെ ഭംഗിയായി VD സതീശൻ എന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നയാൾ പെട്ടെന്നൊരു ദിവസം വടശ്ശേരി ദാമോദര മേനൻ സതീശൻ എന്നുപയോഗിക്കുന്നു. നോക്കൂ, നാളിതുവരെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം രേഖാമൂലം കൊടുത്തിരിക്കുന്ന എല്ലാ രേഖകളിലുള്ളതും VD സതീശൻ എന്ന് തന്നെയാണ്. ഇവിടെയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംശയം ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു സോഷ്യൽ ബാലൻസിങ്ങിന് വേണ്ടിയുള്ള ടാക്ടിക്സ് ആണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുന്നത്. ഇനി നാലാമത്തെ കാര്യം നോക്കൂ, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ ഉണ്ടായതല്ലേ? അതിന്റെ 3 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. എല്ലാവർക്കും അറിയാം അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു. ഇവിടെയും ഇതേ ഗവർണർ തന്നെയാണ് അവിടെയും ഇതേപോലെ വന്ദേ മാതരം പൂർണ്ണമായ സ്റ്റാൻസ് ചൊല്ലിക്കൊടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരുതലില്ലാതെ പോയത്? അപ്പോഴാണ് തങ്ങൾ അറിയുന്നത് എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുക. ഇവിടെയും നിങ്ങൾ ആലോചിക്കണം, ഇത് പറയുന്നത് പിണറായി വിജയനാണെങ്കിൽ എങ്ങനെയാ പറയുക? PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കോലാഹലങ്ങൾ നമ്മൾ കേട്ടു. ഈ പിണറായി വിജയനാണ് വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം പാടുന്ന ആ സത്യപ്രതിജ്ഞാ വേളയിൽ എഴുന്നേറ്റ് നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും അന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച? വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിച്ച് ഈ ഹിന്ദുത്വത്തിന് കീഴടങ്ങിയിരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ള നെഗറ്റീവ് അല്ലേ വരുന്നത്? എന്നാൽ VD സതീശനാകുമ്പോൾ ഒരു വലിയ പ്രിവിലേജ് ഉണ്ട്. VD സതീശൻ പറയുമ്പോൾ എന്താ? VD സതീശൻ പറയുമ്പോൾ അത് ആ സമയത്താണ് ഞങ്ങൾ അറിഞ്ഞത് ലോക്ഭവനാണ് പ്രോട്ടോകോൾ നിയന്ത്രിക്കുന്നത്. ലോക്ഭവനാണ്. മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമിൽ ഒരു പാട്ടിന് എത്ര സമയമെന്ന് കൃത്യമായിട്ടുണ്ട്. 2 ഈരടികളെ പാടുള്ളൂ എന്ന് കോൺഗ്രസ് തന്നെ തീരുമാനിച്ച് നിലവിൽ ഹോം മിനിസ്ട്രിയുടെ ഡയറക്റ്റീവിൽ അത് ഓപ്ഷണൽ മാത്രമായിരിക്കുന്ന ഒരു ദേശീയ ഗീതത്തെ 2 ഈ സ്റ്റാൻസ് മാത്രമേ പാടുള്ളൂ എന്ന പൊളിറ്റിക്കൽ നിലപാടെടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇനി ആ സമയത്ത് പാടി ആയിക്കോട്ടെ. അതിനുശേഷം ഒരു വിയോജിപ്പ് കുറിപ്പ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, ഈ മന്ത്രിസഭയിൽ നിന്ന് ഈ ഗവർണർക്ക് പോയോ? എന്തുകൊണ്ട്? ഈ ദേശീയ ഗീതം പാടിയതിനോട് ഞങ്ങൾ ശക്തമായി വിയോജിക്കുന്നു. അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാ. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇതുവരെയും ഈ നിമിഷം വരെയും ഗവർണറോട്, ലോക്ഭവനോട് ഈ സർക്കാരിന്റെ അതൃപ്തി അറിയിച്ചിട്ടില്ല. എന്തേ അതൃപ്തി അറിയിക്കാത്തത്? ഇത് പിണറായി സർക്കാരായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു വിമർശനം വരിക? പോയിന്റ് നമ്പർ 5 അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. അവിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ലീഗൽ കൗൺസിലായിരുന്ന ഈ ജാജു ബാബുവിനെ AG ആയിട്ട് നിയമിക്കാൻ വരുന്നു. ശരിയാണ്, 2022 ശേഷം അദ്ദേഹം ആ പദവിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് റിസൈൻ ചെയ്തത്? സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള തർക്കം കാരണമാണ് റിസൈൻ ചെയ്തത്. അതുവരെയും കേരളത്തിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഗവർണറുടെ ലീഗൽ അഡ്വൈസറായിരുന്ന ഒരാളെ ഈ സർക്കാരിന്റെ AG ആയിട്ട് നിയമിക്കുന്നു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ആദ്യത്തെ നെഗറ്റീവ്? ആയിക്കോട്ടെ, അദ്ദേഹം ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള എതിരഭിപ്രായത്തിലാണ് രാജിവെക്കുന്നത്. ഈ വിഷയത്തിൽ മാത്രമാണ് അതിനകത്ത് വിജയലക്ഷ്മിയും ജാജു 2022 ജാജു ബാബുവും വിയോജിക്കുന്നത്. അങ്ങനെയാണ് സ്ഥാനം രാജിവെക്കുന്നത്. പക്ഷെ അതുവരെയും ഈ സർക്കാരിനോട് പോരാടുകയായിരുന്നില്ലേ? ഈ ഫെഡറൽ തത്വങ്ങളെ ബലികഴിപ്പിച്ച് ഗവർണർ സ്ഥാനത്തെ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന് കോൺഗ്രസ് തന്നെ വിമർശിക്കുന്ന ഘട്ടത്തിലല്ലേ ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആവുക എന്നുള്ളൊരു സ്ഥാനമാണ്. അദ്ദേഹത്തെ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊരു ചോദ്യം വരില്ലേ? ഏത് ഗവർണറായാലും ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളുമായി വരുന്ന ഗവർണറാണ്. പക്ഷേ ആ പോസ്റ്റിൽ നിൽക്കുന്നു, ഒരു എതിരഭിപ്രായത്തെ തുടർന്ന് രാജിവെച്ച ഒരാളാവുമ്പോൾ ശരി, അദ്ദേഹം വിദഗ്ധനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭരണഘടനാ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം കൊച്ചി മെട്രോയുടെയും കൊച്ചി സ്മാർട്ട് സിറ്റിയുടെയും അഭിഭാഷകനായിരുന്നു. കൊച്ചി മെട്രോയുടെയും കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ അഭിഭാഷകനായിരുന്നു. ഇതെല്ലാമാണ് അത് പറയുമ്പോഴോ പക്ഷേ നോക്കൂ, എങ്ങനെയാ നിങ്ങൾ ഈ വ്യാഖ്യാനിക്കുന്നത്? ഇത് പിണറായി വിജയനാണ് നിയമനം നടത്തിയിരുന്നെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കുക? പിണറായി വിജയൻ ജയിച്ചിട്ടില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് MR അജിത് കുമാർ ഈ രക്ഷാപ്രവർത്തനത്തിൽ കാണിച്ച കള്ളത്തരത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്ന ദിവസം കൂടിയാണ്. ആ സർക്കാരുമായി ബന്ധപ്പെട്ട MR അജിത് കുമാർ നടത്തിയ പ്രവർത്തനങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളെ കാണാൻ പോയത് പിണറായി വിജയൻ വിശദീകരിച്ചോ?
വിശദീകരിക്കണം. വിശദീകരിച്ചോ? പിണറായി വിജയൻ ഒറ്റ വാചകം പറഞ്ഞു, എനിക്ക് വേണ്ടിയോ ഈ പാർട്ടിക്ക് വേണ്ടിയോ സംസാരിക്കാൻ ഒരു ADGPയും ചുമതലപ്പെടുത്തുന്ന പതിവ് എനിക്കോ എന്റെ പാർട്ടിക്കോ ഇല്ല. വിശദീകരണം ചുമതലപ്പെടുത്താണ്ടാണോ ഇപ്പൊ രക്ഷാപ്രവർത്തനം അദ്ദേഹം നടത്തിയത്? എന്ന് ചോദ്യം പല പല കേസുകളിലായി സർക്കാരിന് വേണ്ടി ചോദിക്കാതെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്ന, അദ്ദേഹം അത്രയും മുഖ്യമന്ത്രിയോട് വിധേയനായി നിന്ന് അദ്ദേഹം ചോദിക്കാതെ പിണറായി വിജയൻ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പിണറായി വിജയൻ കാണാൻ പോയി എന്നുള്ളതല്ല, പിണറായി വിജയൻ അങ്ങനെ ചുമതലപ്പെടുത്തി എന്നുള്ള തെളിവിന്റെ ഒരു കണിക. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറയുന്ന അദാനിയെ കേസിലേക്ക് വിളിച്ചിരുത്തി അദാനി കേരളത്തിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ മന്ത്രിമാരുള്ള സർക്കാർ ഏത് മന്ത്രിയാണ് പറഞ്ഞത്? അദാനി പാർട്ട്ണർ ഏത് പദ്ധതി ആയാലും അദാനിയെ വിളിച്ചു വരുത്തിയവരാണ്. എയർപോർട്ടിൽ വെച്ച് ഈ പറയുന്ന നേതാക്കളെ കണ്ടു എന്ന് പറഞ്ഞ ഒരു ആരോപണം എനിക്കത് അത് ദുർബലമായ വാദമാണ്. പറയൂ, ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് VD സതീശൻ ഈ അദാനിയുടെ ഗ്രൂപ്പ് കോർഡിനേറ്ററെ കണ്ടത്? അല്ല, അത് VD സതീശൻ വിശദീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് പറയാൻ റൈറ്റ് ഇല്ലാത്തവരാണ് ഈ ആരോപണം ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ൽ നിന്ന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടതല്ലാതെ അദാനിയുമായി കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അല്ല, ഇത് ഏത് പദ്ധതിയാണെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ ഇതുവരെ വിശദീകരിക്കാൻ മെയ് 1-ാം തീയതി ഈ അദാനിയുടെ ഗ്രൂപ്പ് കോർഡിനേറ്റർ കാണുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാണോ? അല്ല, എന്തിനാ കണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കട്ടെ. നിങ്ങൾ അതിലൊക്കെ വേറെ കൺക്ലൂഷനിലല്ലേ? അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് പോയതാണ്. അദ്ദേഹം ആ സമയത്ത് നമ്മൾ കണ്ടാണല്ലോ അവിടെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ BM ഫറൂഖിനെയും ഈ പറയുന്ന മൊഹീദ്ദിനെയും കണ്ടത്. ഒന്നാമത് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഈ കോൺഗ്രസിൽ നിന്ന് കുറച്ചു കാലം മുമ്പ് മാത്രം പാർട്ടി വിട്ട് നേതാവാണല്ലോ അല്ലേ? കോൺഗ്രസിൽ ഈ പറഞ്ഞ കണ്ട ആയിക്കോട്ടെ, JDS. അപ്പൊ JDS കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? അത് ശരി. അല്ല, ഞാൻ പറഞ്ഞത് JDS കോൺഗ്രസിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. ഇവിടെ പാർട്ടിയുടെ ഭാഗമായി ഇതിൽ CPM-ന് അത് പറയാൻ ഒരു വോയിസും ഇല്ല. നേതാവിനെ പോയി കണ്ടതിന് നിങ്ങൾ ഈ ഭരണം തുടങ്ങി 10-ാം ദിവസം ദുർബലമായ വാദങ്ങൾ വന്നാൽ അത് അങ്ങനെ നിൽക്കില്ല. ഈ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് VD സതീശൻ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി മംഗലാപുരത്ത് ഒരു JDS എന്ന് പറയുന്ന NDA ഘടകകക്ഷി നേതാവിനെ കണ്ട ചുള്ളിക്കമ്പ്. ആ ആരോപണം ചുള്ളിക്കമ്പ്. അതേസമയം മുഖ്യമന്ത്രിയായ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ അറിയാതെ ആ വിഷയത്തിൽ പിന്നീട് അന്വേഷണം പ്രഖ്യാപിച്ച വിഷയത്തിൽ ADGP സ്വന്തം ആവശ്യത്തിന് RSS നേതാവിനെ പോയി കണ്ട വലിയ ശക്തിയുള്ള വാദം ഉന്നയിക്കുന്നവർ ആറാമത്തെ ഇനിയുണ്ട്. കേൾക്കൂ, റോയ് മാത്യുവിന്റെ അപ്പോയിന്റ്മെന്റ് നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? റോയ് മാത്യു ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ സ്മൃതി ന്യായീകരിക്കോ? കേരളത്തിൽ ഏതെങ്കിലും മനുഷ്യന് ന്യായീകരിക്കോ? ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എത്രമാത്രം വൃത്തികെട്ട പോസ്റ്റാ നമ്മളെല്ലാവരും കണ്ടതല്ലേ? അങ്ങനെ ഒരാളാണോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് വരേണ്ടത്? സ്മൃതിക്ക് യോജിക്കാൻ പറ്റുമോ? സ്മൃതിയോട് യോജിക്കാൻ പറയണ്ട. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ CPM പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങേക്ക് വിമർശനം ഉന്നയിക്കാം. അങ്ങ് ഉന്നയിക്കുന്ന വിമർശനം എന്റെ തലയിലേക്ക് ഇടണ്ടെന്ന് എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി അങ്ങ് നിർബന്ധിക്കണ്ട. എനിക്ക് ആ അഭിപ്രായം പറയാൻ താല്പര്യമില്ല. ഞാനത് പറയേണ്ട കാര്യമില്ല. അല്ലല്ല, അത് VD സതീശൻ വിശദീകരിക്കുന്ന കാര്യമാണ്. VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹത്തെ നടത്തിയിരിക്കുന്ന അപ്പോയിന്റ്മെന്റുകളെല്ലാം വിശദീകരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.